ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്ത്യൻ ടൈംസ്. അപ്പോൾ നമ്മുടെ വെനം 3 മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. വെനം ദ ലാസ്റ്റ് ഡാൻസ് എന്നാണ് മൂവിയുടെ പേര്. അപ്പോൾ ഈ ഒരു ട്രെയിലർ എങ്ങനെയുണ്ട്, ട്രെയിലറിൽ എന്തൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്, സോ മൊത്തം നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തേക്കാം. ആക്ച്വലി എനിക്ക് വന്ന ട്രെയിലർ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊരു കുഴപ്പമില്ലാത്ത പോലെയാണ് തോന്നിയത്. അങ്ങനെ വാവു എന്ന് പറയാനൊന്നും തോന്നിയില്ല. ജസ്റ്റ് എനിക്കൊരു ആവറേജ് ട്രെയിലറായിട്ടാണ് പേഴ്സണലായിട്ട് തോന്നിയത്. അപ്പം എന്തൊക്കെയാണ് ട്രെയിലർ കാണിച്ചത് ആൻഡ് മൂവിയിൽ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം മൊത്തം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ട്രെയിലറിൽ ഓപ്പണിംഗ് സീനിൽ തന്നെ മെക്സിക്കോയിലാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ഈ MCU നിന്ന് വെനം ഇങ്ങോട്ട് പറഞ്ഞില്ല, ആ ഒരു സീനാണ് കാണിച്ചിട്ടുള്ളത്. സോ അവിടെ വന്ന് എഡി ബ്രോക്ക് ആണെങ്കിൽ ഏതൊരു റൂമിൽ പറഞ്ഞായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സോ അവിടെയാണെങ്കിൽ ഒരുപാട് ഈ പട്ടികളൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വെനം ആണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കാണിച്ചിട്ടുണ്ട്. കാരണം വെനം വന്ന് ലീത്തർ പ്രൊട്ടക്ടറാണ്. അപ്പം വെനം വന്ന് അവിടെയുള്ള ആൾക്കാരൊക്കെ അടിച്ച് നോക്കാനായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ VR വെനം എന്നൊരു ഡയലോഗ് പറയുന്നുണ്ട്. ആക്ച്വലി അത് വെനം 1 സൂപ്പറായിട്ടിരിക്കും, പക്ഷേ ഇവിടെ വന്ന് അത് കുറച്ച് കോമഡി ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സോ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഒരു ഐഡിയ ഇല്ല. ആൻഡ് അത് മാത്രമല്ല, വെനം വന്ന് അവിടെയുള്ള ഒരുപാട് ആൾക്കാരെ തലയൊക്കെ കടിച്ച് തിന്നാനായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ മൂവി വന്ന് PG-13 ആണ്. എന്നാലും ഇതേപോലെയുള്ള ചില സീൻസൊക്കെ മൂവിയിൽ കാണും. ആൻഡ് അടുത്തൊരു സീനിൽ നമുക്കൊരു ഡോക്ടറിനെ കാണാൻ പറ്റും. ആൻഡ് ഈ ഡോക്ടറിൻ്റെ പേര് വന്ന് ഡോക്ടർ പെയിൻ എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഈ ഡോക്ടറിൻ്റെ കൂടെ ഒരു ആർമി ഓഫീസറുള്ള നമുക്ക് കാണാൻ പറ്റും. ഇദ്ദേഹത്തിന് ആൾറെഡി നമ്മൾ MCUയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പേര് വന്ന് ആലൻ ടൈലർ എന്നാണ്. സോ ഇദ്ദേഹം ഒരു ആർമി ഓഫീസറാണ്. ഈ മൂവിയിലെ മെയിൻ വില്ലനായിട്ട് ഇദ്ദേഹമാണ് വരാൻ പോകുന്നത്. അതായത് ഈ ഒരു വെനത്തിനെ ഹണ്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വരാൻ പോകുന്നത്. സോ അപ്പം ഇയാളെന്തിന് വെനത്തിനെ ഹണ്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് വരാൻ ചാൻസസ് ഉണ്ട്. ആക്ച്വലി കോമിക്സിൽ വന്ന് ഈ ഒരു ക്യാരക്ടറിൻ്റെ മകൻ മരിക്കും, വെനമാണ് കൊല്ലണമെന്ന് അറിയാതെ. അപ്പോൾ അതിൻ്റെ ഒരു റിവഞ്ച് തീർക്കുന്ന രീതിയിലാണ് കോമിക്സ് സ്റ്റോറി ഉള്ളത്. അപ്പോൾ അതേപോലെ ആയിരിക്കും ഇവിടെയും. സോ വെനത്തിൻ്റെ അടുത്ത് റിവഞ്ച് തീർക്കാനാണ് ഇദ്ദേഹം നോക്കാൻ പോകുന്നത്. കാരണം ട്രെയിലറിൽ തന്നെ നമുക്ക് പലയിടങ്ങളിൽ ഇദ്ദേഹം വെനത്തിനെ ഹണ്ട് ചെയ്യാനായിട്ട് കാണാൻ പറ്റുക. സോൾജേഴ്സൊക്കെ പ്രത്യേകിച്ച് വെനത്തിന് ഷോക്കൊക്കെ അടിപ്പിക്കാനായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇദ്ദേഹമാണ് ഈ മൂവിയിൽ ഒരു മെയിൻ വില്ലനായിട്ട് വരാൻ പോകുന്നത്. പിന്നെ വേറൊരു സീനാണ് ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സീൻ. അതായത് നമ്മുടെ MCUയിൽ വന്ന് നമ്മുടെ എഡി ബ്രോക്ക് ആണെങ്കിൽ ഒരു ബാറിലിരുന്നിട്ട് വെനത്തിൻ്റെ ഒരു അംശം അവിടെ ഇട്ടിട്ട് പോകുന്ന ഒരു സീൻ ഉണ്ടല്ലോ. സാധാരണ ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഇവിടെ വന്ന് അതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ആലൻ ടൈലർ മുമ്പ് തന്നെ വന്ന് ആ ഒരു സിംബിയോട്ടിനെ എടുക്കാനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ എന്താണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. സോ സോണി എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. കിളി പോകും കേട്ടോ. സോ നമ്മൾ വിചാരിച്ച ഈ ഒരു സിംബിയോട്ടാണ് ഇനി ടോം ഹോളണ്ടിൻ്റെ ദേഹത്ത് കയറി സീക്രട്ട് വാർസിൽ ബ്ലാക്ക് കളർ സൂട്ട് കിട്ടാൻ പോകുന്നതൊക്കെയാണ് വിചാരിച്ചത്. അപ്പം ഇവിടെ സോണി അത് വേറെ രീതിയിലൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. സോ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ വേറൊരു സീനാണെങ്കിൽ നമ്മുടെ ഈ ഒരു വെനത്തിൻ്റെ ഒരു അംശമില്ല, കുട്ടി വെനം. സോ അതിനെ വെച്ച് ഇവർ വേറെ സിംബിയോട്സിനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി കോമിക്സിലൊക്കെ പ്രകാരം ഇവരൊക്കെ വെനത്തിൻ്റെ കുട്ടികൾ തന്നെയാണ്. അതിൽ സ്ക്രീം എന്നൊക്കെ പറഞ്ഞ കുറേ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്, പല സിംബിയോട്സൊക്കെ ഉണ്ട്. സോ ഇവരൊക്കെ മൂവിയിൽ വില്ലനായിട്ട് വരുമോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. സോ വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ വേറൊരു സീനിൽ ടോക്സിനെ നമുക്ക് കാണാൻ പറ്റും. സോ അതായത് പാട്രിക് മുല്ലിഗൻ, ഇദ്ദേഹമാണ് ഇപ്പം ടോക്സിൻ്റെ ഹോസ്റ്റായിട്ടുള്ളത്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സിംബിയോട്ടാണ്. സോ ഇദ്ദേഹം ഈ മൂവിയിൽ കംപ്ലീറ്റ് ആയിട്ട് ടോക്സിനായിട്ട് മാറോ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ബട്ട് ഇദ്ദേഹം ടോക്സിൻ ടേക്ക് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു സീനിലാണെങ്കിൽ നമ്മുടെ എഡി ബ്രോക്ക് ആണെങ്കിൽ ഒരു വാനിൽ പോകാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ വാനിലാണെങ്കിൽ നിറയെ ആൾക്കാരിരിക്കുന്നു. അതിൽ മെയിനായിട്ട് നമ്മുടെ ലിസാർഡായിട്ട് അഭിനയിച്ച ഒരു ആക്ടറിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇദ്ദേഹം ലിസാർഡായിട്ടാണ് ഈ പടത്തിൽ വരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഇത് സോണി ഒന്ന് ചുമ്മാ നമ്മളൊന്ന് ഹൈപ്പാക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇദ്ദേഹം ലിസാർഡൊന്നുമല്ല. പിന്നെ വേറൊരു സീനിലാണെങ്കിൽ വെനം വന്ന് കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ വന്ന് കുറച്ച് പേരെ നമുക്ക് കാണാൻ പറ്റും. അതിൽ വന്ന് ഈ ഒരു പയ്യൻ വന്ന് പീറ്റർ പാക്കർ ആണെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. വേറെ അപ്പുറത്തേക്കിന് ഒരാൾ വന്ന് ആൻഡ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഒരിക്കലായിരിക്കില്ല. സോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചുമ്മാ സോണി നമ്മളിങ്ങനെയൊക്കെ ചുമ്മാ ചിന്തിക്കാൻ വേണ്ടി ചെയ്തു വെച്ചൊക്കെയാണ്. സോ അല്ലാതെ അങ്ങനെയൊന്നും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മാഡം വെബ് എന്നൊരു വലിയ ഉദാഹരണമാണ്. സോ അതേപോലെ ഒന്നും ആയിരിക്കില്ല. ചുമ്മാ ഒരു റാൻഡായിട്ടുള്ളൊരു പയ്യനായിരിക്കും. സോ പീറ്റർ പാക്കർ ഒന്നും ആവാനൊന്നും ചാൻസ് ഇല്ല. അപ്പം ബ്രോ, ഈ പടത്തിൽ സ്പൈഡർമാൻ വരൂലേ എന്ന് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല സ്പൈഡർമാൻ വരുമെന്ന്. ഇതേപോലെ നമ്മളിങ്ങനെ തോന്നിപ്പിക്കാൻ വേണ്ടി ചുമ്മാ എന്തെങ്കിലുമൊക്കെ റെഫറൻസ് സോണി ഇടും. ബട്ട് സ്പൈഡർമാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ വന്നാൽ കൊള്ളാം, ബട്ട് എനിക്കെന്തോ വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അഥവാ വരെയാണെങ്കിൽ ഏത് സ്പൈഡർമാൻ വന്നാൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ വേറൊരു സീനാണെങ്കിൽ മിസ്സിസ് എന്ന ഒരു ക്യാരക്ടറില്ലേ. സോ ആ ക്യാരക്ടറുമായിട്ട് നമ്മുടെ വെനോ ആണെങ്കിൽ ഡാൻസ് കളിക്കുന്ന ഒരു സീനായിട്ടൊക്കെ ഉണ്ട്. സോ അതൊന്നും ആവശ്യമില്ലായെന്നാണ് തോന്നിയത്. പിന്നെ വേറൊരു സീനാണെങ്കിൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിംബിയോട്ടാണെങ്കിൽ നമ്മുടെ വെനത്തിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സീൻ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അത് മാത്രമല്ല സ്പേസിന് നിറയെ മീറ്റിയേഴ്സൊക്കെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അതിലൊരു ഡയലോഗ് പറയുന്നുണ്ട്, ഹോം ഹാസ് ഫൗണ്ടേഴ്സ് എന്നുള്ളൊരു കാര്യം. അതായത് സിംബിയോട്സിനൊക്കെ ഒരു പ്ലാനറ്റ് ഉണ്ട്, പ്ലാനറ്റ് ഓഫ് സിംബിയോട്ട് എന്ന് പറയും. അതിൻ്റെ ഉള്ളിലാണ് നള്ളുള്ളത്. അപ്പം
വെനത്തിനെ തേടി ആ ഒരു സിംബിയോട്സ് വരെയാണ്, ഒരു പ്ലാനറ്റ് ഓഫ് സിംബിയോട്സിൽ നിന്ന് അവർ വരെയാണ്. അപ്പം ഈ മൂവിൽ നല്ലു വരുമോ ബ്രോ എന്ന് ചോദിച്ചാൽ നല്ലൊന്നും വരാൻ ചാൻസ് ഇല്ല. ബട്ട് എനിക്ക് തോന്നുന്നത് നല്ലിൻ്റെ റെഫറൻസ് ഉണ്ടാവും. കാരണം ഈ സിംബിയോട്സിനൊക്കെ അയച്ചാൽ ചിലപ്പോൾ നല്ലാവാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പം വന്ന ഈ ഒരു സിംബിയോട്ട് വന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സിംബിയോട്ടാണ്. കാരണം നമ്മുടെ എർത്തിലുള്ള സിംബിയോട്ടായിട്ടൊന്നും തോന്നുന്നില്ല. സോ ഇത് മിക്കവാറും ആ പ്ലാനറ്റിൽ നിന്ന് വന്ന സിംബിയോട്ടാണ്. അപ്പം നല്ല അയച്ചതായിരിക്കാം. സോ വെനത്തിനെ തേടി നല്ല വരണമായിരിക്കാം. സോ ഈ മൂവിൽ വരും തോന്നുന്നില്ല, ബട്ട് നല്ലിൻ്റെ ഒരു റെഫറൻസാണ് ഇത്. പിന്നെ വേറൊരു സീനാണെങ്കിൽ നമ്മുടെ വെനം വന്നൊരു കുതിരയുടെ ദേഹത്ത് ബോണ്ടാവുന്ന ഒരു സീനുണ്ട്. സോ അത് സൂപ്പറായിട്ടുണ്ട്, വേറെ ലെവലായിട്ടുണ്ട്. പിന്നെ വേറൊരു സീനാണെങ്കിൽ നമ്മുടെ എഡി ബ്രോക്ക് ആണെങ്കിൽ ഒരു ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിൽ ഇരുന്ന് കരയാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അവിടെ വെനമൊന്നും ഇല്ലാത്തതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ മൂവിൽ വെനം മരിക്കുമോ എന്നൊരു ഡൗട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല, ചിലപ്പം അങ്ങനെ ആവാം. കാരണം മൂവി വന്ന് ലാസ്റ്റ് ഡാൻസ് എന്നാണ്, ഇത് അവസാനത്തെ വെനം മൂവി എന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പം വെനം ഈ മൂവിയിൽ ഡെഡ് ആവാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ അവസാനം വരയ്ക്കും നമുക്ക് സ്പൈഡർമാൻ വേഴ്സസ് വെനം കാണാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോണി ആയതുകൊണ്ട് ഇത് പ്രതീക്ഷിച്ചൊരു കാര്യം തന്നെയാണ്. സോ ആളുകൊണ്ട് ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് കുഴപ്പമില്ലാത്ത പോലെയാണ് തോന്നിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ട്രെയിലറൊന്നും ഇഷ്ടപ്പെട്ടില്ല, ബട്ട് കുഴപ്പമില്ലാത്ത പോലെയാണ് തോന്നി. അപ്പോൾ ട്രെയിലറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.